എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാനാസോണിക് ഇൻവെർട്ടർ എസിയുടെ PCB ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതൊരു കോംബോ ടൈപ്പ് ഇൻവെർട്ടർ ബോർഡാണ്. നമ്മുടെ മെഗ്മീറ്റ് PCB 35DG AB എന്ന് പറയുന്ന ഒരു മോഡൽ PCB ആണിത്. അപ്പോൾ ഇത് കോമൺ ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ബോർഡാണ്. നമ്മുടെ മറ്റ് പല കമ്പനികളിലും ഈ ഒരു ബോർഡ് ഉപയോഗത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇൻഡോർ എടുക്കും, ഇൻഡോറിൻ്റെ ഫാൻ മോട്ടറൊക്കെ വർക്ക് ചെയ്യും. ഔട്ട്ഡോർ എടുക്കാൻ നേരത്ത് ഔട്ട്ഡോർ ഫാൻ മോട്ടർ ജസ്റ്റ് ഒന്ന് ഓൺ ആയിട്ട് ഓഫ് ആയി പോകും. കംപ്രസർ എടുക്കുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം. അപ്പോൾ ഞാനിതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻഡോർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഔട്ട്ഡോർ കണക്ഷൻ കാര്യങ്ങളെല്ലാം കൊടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഓൺ ചെയ്ത് ആ കംപ്ലൈൻറ്റ് എന്തിനാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഇൻഡോറിൻ്റെ ഫാൻ മോട്ടർ മാത്രമേ ജസ്റ്റ് ഒന്ന് ഓൺ ആവുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ ഇൻഡോറിൻ്റെ ഫാൻ മോട്ടറിൻ്റെ കണക്ഷനാണ്. ഫാൻ മോട്ടറല്ല, ഫാൻ മോട്ടറിന് പകരം ഞാൻ ബൾബ്, ഒരു 60 വാട്ടിൻ്റെ ബൾബാണ് ഇതിൽ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേ ബോർഡ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നോക്കാം. പവർ കൊടുക്കുകയാണ്. പവർ ഓൺ ചെയ്തിട്ടുണ്ട്, മെയിൻ സപ്ലൈ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേ സ്റ്റാൻഡ് ബൈ മോഡിൽ കിടക്കുകയാണ്. അതുകൊണ്ടിട്ടാണ് ഡിസ്പ്ലേയിലെ ലൈറ്റ് ഒന്നും കത്താത്തത്. ഞാൻ സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യാണ്. ഓക്കെ, സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്തു. ഇപ്പോൾ ഡിസ്പ്ലേയിൽ 25 എന്നുള്ള ഫ്ലാഷ് ചെയ്യുന്നുണ്ട്. ഇൻഡോർ ഫാൻ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ലൈറ്റ് കത്തിയിട്ടാണ് ഞാൻ ഇതാണ് ഇതിൻ്റെ പ്രോബ്ലം. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഓൺ ആകുന്ന സമയത്ത് ലൈറ്റ് കത്തിയിട്ടങ്ങ് അണയണം. അതേ കണക്കിന് നമുക്ക് ഇവിടെ ഈ ഒരു മെയിൻ IC അടുത്തുള്ള ആ റെഡ് ലൈറ്റ് LED അതും ഇതേ കണക്ക് കത്തിയിട്ട് അണയാണ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്ഡോർ യൂണിറ്റിലെ ആ ഒരു മെയിൻ LED ഉൾപ്പെടെ, ആ റെഡ് ലൈറ്റിൻ്റെ എറർ ഇൻഡിക്കേഷൻ LED ഉൾപ്പെടെ ഓഫായിട്ട് ഓൺ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഓണാവുന്ന സമയത്ത് ഒന്ന് വോൾട്ടേജ് ഡ്രോപ്പ് ആവുന്നതായിരിക്കും അതിന് കാരണം. അല്ലാന്നുണ്ടെങ്കിൽ മെയിൻ IC കംപ്ലൈൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എവിടെയാണ് ഈ ഒരു കംപ്ലൈൻറ്റ് വരുന്നതെന്ന് നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വോൾട്ടേജ്, ഈ പവർ സപ്ലൈയിൽ വരുന്ന വോൾട്ടേജുകളും എല്ലാം സ്റ്റേബിൾ ആണോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഫ്ലക്ച്വേഷനോ കാര്യങ്ങളോ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. ഇപ്പോൾ നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് ഇതിൻ്റെ ആ ഒരു വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലിടുക. ആദ്യം നമുക്ക് പവർ സപ്ലൈ ചെക്ക് ചെയ്യാം. പവർ സപ്ലൈയിൽ എല്ലാ വോൾട്ടേജും വരുന്നുണ്ടോ ഇല്ലയെന്ന്. ഇവിടെ നമുക്ക് 18 വോൾട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് 15 വോൾട്ട്. IPM വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് വരണം. ഈ വോൾട്ടേജ് കറക്റ്റാണ്. ഇവിടെ 6 വോൾട്ട് വരണം. ഓക്കെ, 6 വോൾട്ട് വരുന്നുണ്ട്, അതും കറക്റ്റാണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 3.2 വോൾട്ട്, 3.3 വോൾട്ടാണ്. ഈ 3.3 വോൾട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോസസ്സർ വർക്ക് ചെയ്യുന്നത്. അടുത്തത് 12 വോൾട്ട്. റിലേ ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 12 വോൾട്ട് വരണം. 12 വോൾട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അവിടെ നമുക്ക് 11.95 വോൾട്ട് വരുന്നുണ്ട്, അതും ഓക്കെയാണ്. ഇനി ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു 3.3 വോൾട്ടാണ്. ഇവിടെ ഈ ഒരു 3.3 വോൾട്ട് സ്റ്റേബിളായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ആ ഒരു റിലേ ഓണാവുന്ന സമയത്ത്, അതായത് ഈ ഫാൻ ഓണാവുന്ന സമയത്ത് ആ ഒരു വോൾട്ടേജ് ഫ്ലിക്കറിങ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റിലേ ഓണാവുന്ന സമയത്ത് വേറെ എന്തോ ഒരു ഷോർട്ടിങ്ങിലോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പവർ സപ്ലൈ കംപ്ലൈൻ്റ് ആവാം. അപ്പോൾ എന്താ ഇതിനകത്ത് ഷോർട്ടിങ് വന്നിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യണം. ആ റിലേ ഓൺ ചെയ്യുന്ന സമയത്താണ് ഷോർട്ടിങ്. അപ്പോൾ റിലേ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് റിലേ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട്. അത് കണക്റ്റഡ് ആയിട്ടുള്ള ഡിസ്ക് കപ്പാസിറ്റേഴ്സുകളുണ്ട്. ഇത് ഈ ഓൺ ചെയ്യുന്ന സമയത്ത് ഇത് ഷോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ 3.3 വോൾട്ട് ഡ്രോപ്പ് ആവാൻ ഉള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് ഡിസ്ക് കപ്പാസിറ്ററുകളുണ്ട്. പക്ഷേ എനിക്ക് കുറേ ഡൗട്ടുണ്ട്. അതായത് ഈ കപ്പാസിറ്ററെല്ലാം ഡിസ്കളറായിട്ടുണ്ട്.
ഒരു അടിയിൽ പഴക്കം ചെന്ന കണക്ക് ഡിസ്കളറായിട്ടുണ്ട് ഈ ഒരു കപ്പാസിറ്ററൊക്കെ. പിന്നെ വരുന്ന സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു പവർ സപ്ലൈ ആണ്. ഈ പവർ സപ്ലൈയിൽ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും എല്ലാ വോൾട്ടേജ് സ്റ്റേബിളാണ്. എങ്കിലും ഈ ഒരു വോൾട്ടേജിനെ സംശയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് വോൾട്ടേജ് സ്റ്റേബിളായാൽ മാത്രം പോരാ, ഇതിൻ്റെ കറണ്ട് അല്ലെങ്കിൽ ആംബിയർ കറക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ഈ കറണ്ട് ആംബിയറും കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു പ്രോബ്ലം ഇവിടെ വരാം. കാര്യം 12 വോൾട്ട് ഓണാകുന്ന സമയത്ത് ഈ ഒരു റിലേ ഓണാകുമ്പോഴത്തേക്കും 12 വോൾട്ട് ഈ ഒരു റിലേയിലോട്ട് 12 വോൾട്ട് സപ്ലൈ ചെല്ലും. അന്നേരത്ത് ഈ ഒരു പവർ സപ്ലൈ ഡൗൺ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ 12 വോൾട്ട് കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇത് ആംബിയർ എടുക്കാതെ വരുന്ന അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു കാര്യമുള്ളത്. അപ്പോൾ അവിടെ എന്തെങ്കിലും മാറ്റമുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം ഈ ഒരു ഫാൻ എടുക്കുന്ന സമയത്ത്. അവിടെയും ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട്, പക്ഷേ അത് വലിയ രീതിയിൽ കുറയുന്നില്ല. ഒരു 2 വോൾട്ടോളം ഡൗൺ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഈ എന്ത് കമ്പോണൻ്റാണ് ഇതിനകത്ത് ഡാമേജ് വന്നിട്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നതെന്ന്. അപ്പോൾ ഞാനിതിൻ്റെ എല്ലാ കമ്പോണൻറ്റുകളൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് എവിടെയാണ് ഈ ഒരു കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത് എന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അതിന് കുറച്ച് സമയമെടുക്കും. കാര്യം ഞാൻ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ലോങ് ഒരു വീഡിയോ ആയി പോവും. അതിനൊരുപാട് സമയമെടുക്കും. അപ്പോൾ എവിടെയാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അതുവരെ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോർഡ് ഇപ്പോൾ എന്താണ് കംപ്ലൈൻ്റ് എന്ന് കണ്ടുപിടിച്ചു, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ വർക്കിംഗ് കണ്ടീഷനിലോട്ട് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്? ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പവർ സപ്ലൈ തന്നെയാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ ഇതിനകത്ത് ഈ പവർ സപ്ലൈ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് എല്ലാ വോൾട്ടേജും പ്രോപ്പറായിട്ട് വരുന്നുണ്ട്. എങ്കിലും ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ റിലേ മറ്റുള്ള കാര്യങ്ങൾ IGBT ആയിരുന്നാലും റിലേ ആയിരുന്നാലും മറ്റ് 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു സപ്ലൈ ആയിരുന്നാലും അത് ഓൺ ആകുന്ന സമയത്ത് ഇതിൻ്റെ കറണ്ട് അല്ലെങ്കിൽ ആംബിയർ ഡ്രോപ്പായി പോകുന്നു. ഈ പവർ സപ്ലൈയുടെ സ്വിച്ചിങ് ഐസിക്ക് അതിനെ അത്ര പുഷ് ചെയ്യാനുള്ള ഒരു പവർ വരുന്നില്ല. ആ ഒരു ആംബിയർ പുഷ് ചെയ്യാനുള്ള പവർ വരുന്നില്ല. അത് കാരണമാണ് നമുക്ക് ഈ ഒരു ബോർഡിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡ് സെക്ഷനൊക്കെ എല്ലാം ഫുള്ള് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ല, ഷോർട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. പവർ സപ്ലൈയിലും ഷോർട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ചെറിയ കപ്പാസിറ്റർ, അതിൻ്റെ വാല്യൂ ചേഞ്ച് ആയതാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണം. അത് പ്രോപ്പറായിട്ട് ആ കപ്പാസിറ്റർ ചാർജിങ് ചെയ്യുന്നില്ല. ചാർജ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ ഒരു സ്വിച്ചിങ് ഐസിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ആംബിയർ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റത്തുള്ളൂ. പക്ഷേ അപ്പോൾ ഈ ഒരു ആംബിയർ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റാത്തൊരു കണ്ടീഷൻ ആയതുകൊണ്ടിട്ടാണ് നമുക്ക് ഈ ഒരു റിലേ ഓണാവുന്ന സമയത്ത് 2 റിലേ ഉണ്ട് ഇതിനകത്ത്. അതിൽ ഒരു റിലേ ആദ്യം തന്നെ ഓണാവും, രണ്ടാമത്തെ റിലേ ഓണാകുമ്പോഴത്തേക്കും ആംബിയർ ഡ്രോപ്പ് ആവും. ആ വോൾട്ടേജ് ഡ്രോപ്പ് ആവുന്ന സമയത്ത് നമ്മുടെ MCU തൊട്ടുള്ള വോൾട്ടേജും ഡ്രോപ്പ് ആവും. അപ്പോൾ MCക്ക് റിക്വയർമെൻറ്റ് വോൾട്ടേജ് വരാത്തത് കൊണ്ടിട്ട് MCU റീസ്റ്റാർട്ട് ആകും. ആ റീസ്റ്റാർട്ട് ആയിട്ട് കംപ്രസർ എടുക്കാൻ നേരത്ത് അല്ലെങ്കിൽ ഈ ഒരു റിലേ എടുക്കാൻ നേരത്ത് ഇത് റിപ്പീറ്റായിട്ട് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അപ്പോൾ നമുക്കൊന്നും കൂടെ ഈ ഒരു ബോർഡ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഫാനിന് പകരമുള്ള ആ ബൾബ് കണക്ഷൻ ഇപ്പോഴും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഒരു LED കത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് സ്റ്റാൻഡ് ബൈയിലോട്ട് ആക്കിയിട്ടിരിക്കുകയാണ്. ഞാൻ സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യുകയാണ്. സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻഡോർ ഫാൻ മോട്ടർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഔട്ട്ഡോർ ഫാൻ മോട്ടറിൻ്റെ ആ ബൾബ് കറക്റ്റായിട്ട് കത്തി നിൽപ്പുണ്ട്. കംപ്രസറും സ്റ്റാർട്ടായിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് പവർ ഓഫ് ചെയ്യണം, സ്റ്റാൻഡ് ബൈയിലോട്ടാക്കിയാണ്. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു കപ്പാസിറ്റർ മാത്രമായിരുന്നു ഇതിനകത്ത് വന്നിരുന്ന ആ ഒരു കംപ്ലൈൻറ്റ്. അപ്പോൾ അത് മാറിയിട്ടപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പ്രോബ്ലം ഈ ഒരു ബോർഡിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ കംപ്രസർ എടുക്കുന്നുണ്ട്, ബോർഡ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.